ഹലോ. ഇന്നലെ ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ മെൻഡിക്സിന്റെ പേജിൽ ഒരു 30 മിനിറ്റ്സ് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ലൈവ് സെഷനിൽ കൂടെ മെൻഡിക്സിന്റെ പുതിയ 3 ഡേ ലേണിംഗ് പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായത്. ഇത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സെക്ഷൽ ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന ടോപ്പിക്കിൽ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ട്രെയിനിങ് സെഷൻസ് ആണ്. ആൻഡ് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ്, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇമ്പാക്ട് യങ്സ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പേജിന്റെ റീസെന്റ് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. ആൻഡ് നിങ്ങൾ മെൻഡെക്സിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണ്, മെൻഡെക്സിന്റെ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മേ ബി യു വിൽ ബി നോയിങ് ദാറ്റ് മെൻഡെക്സിന് രണ്ട് പില്ലേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് സെക്ഷൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്. ഈ രണ്ട് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് നമ്മൾ മെൻഡെക്സിൽ കൂടെ എടുക്കുന്നത്. ആൻഡ് നമ്മളൊരു തേർഡ് പില്ലർ കൂടെ മെൻഡെക്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ നമ്മൾ സബ്റ്റിലായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ആ ഒരു പില്ലർ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് പില്ലർ ഈസ് കോൾഡ് സ്കിൽ എൻഹാൻസ്മെന്റ്. മെൻഡെക്സിലൂടെ നമ്മൾ നോക്കുന്നത് എല്ലാ ആളുകളുടെയും ഒരു ഓവറോൾ ആയിട്ടുള്ള വെൽബീങ് ആണ്. ആൻഡ് ഈ ഒരു ഓവറോൾ വെൽബീങ്ങിന് ഈ സ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റും ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ വർക്ക് പ്ലേസിലുള്ള നിങ്ങളുടെ സ്കിൽസ് ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള സ്കിൽസ് ആവും. ഇതെല്ലാം നിങ്ങളുടെ ഹാപ്പിനെസ് ആയിട്ട്, നിങ്ങളുടെ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിലോടൊക്കെ വളരെ അധികം ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ സ്കിൽ ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഇനി മെൻഡെക്സിന്റെ പേജുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ വർക്ക് പ്ലേസിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ കാണുന്ന വർക്ക് ചെയ്തിട്ടല്ല അല്ലെങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ പലതരത്തിലുള്ള ലീഡേഴ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും കാണാൻ സാധിക്കും. ഓരോ ലീഡറിനും അവരവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്, അവരുടേതായിട്ടുള്ള ഒരു വർക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ലീഡിങ് സ്റ്റൈൽ ഓർ ചലഞ്ചസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ വർക്ക് പ്ലേസിൽ കാണുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് മൈക്രോ മാനേജ്മെന്റ്. ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും. ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഷോർട്ട് ടോക്കിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് മൈക്രോ മാനേജ്മെന്റ് ചെയ്യുന്ന ലീഡേഴ്സിനെയോ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുണ്ട്. എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ലീഡർഷിപ്പ് സ്റ്റൈൽ, ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ലീഡിങ് സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും വർക്ക് പ്ലേസിൽ ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനേജർ ഒരു മൈക്രോ മാനേജ്മെന്റ് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് എടുക്കുന്നതെങ്കിൽ അവരായിട്ട് നിങ്ങൾക്ക് ചേർന്ന് പോവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോക്കാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളിപ്പോൾ ഒരു വർക്ക് പ്ലേസിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ കുറെ അധികം ചിന്തിക്കാനുണ്ടാവും. അതല്ല എങ്കിൽ നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് സിനാരിയോസ് പറയാം. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് തരുന്ന എല്ലാ വർക്കുകളും, ഡെയിലി തരുന്ന എല്ലാ വർക്കുകളുടെയും ഈവൻ ടൈനി ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണെന്ന് വിചാരിക്കാം. ഒരു സാധാരണ കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. എല്ലാ മാസവും നിങ്ങൾ സെയിം പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത്. സ്റ്റിൽ ആ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതിന്റെ ഒരു സ്റ്റെപ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വർക്കിംഗ് ടൈമിന്റെ ഒരു മേജർ പോർഷൻ എടുത്തിട്ടാണ് അവർ ഈ ഡീറ്റെയിൽസ് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഒരു പ്രൊജക്റ്റ് വന്നു, അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിട്ട് കൂടി നിങ്ങൾക്കത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കൂടി വീണ്ടും നിങ്ങളെ വിളിച്ച് മീറ്റിംഗ് വെക്കുക,
നിങ്ങളുടെ കൂടെ ഇരുന്ന് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ എന്ന് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക. ദെൻ ഇപ്പൊ നിങ്ങൾക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ ചാനൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, വാട്സ്ആപ്പ്, ടീംസോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാനലില് നിങ്ങളോടായിട്ടൊരു ആളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു യെസ് പറയാനുള്ളതോ അല്ലെങ്കിൽ ഓക്കെ ഒരു തംസ് അപ്പ് കൊടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അത് ചോദിച്ചത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു, ബട്ട് യുവർ മാനേജർ സ്റ്റോപ്സ് യു ഫ്രം റെസ്പോണ്ടിങ്. അതായത് ഒരു യെസ്സോ ഓക്കെയോ പറയാൻ പോലും നിങ്ങൾ അവർ സമ്മതിക്കുന്നില്ല. അത് മീറ്റിംഗിലാവാം, ഈ ഒരു എന്തെങ്കിലും മെസ്സേജിങ് പ്ലാറ്റ്ഫോമിലാകാം. അപ്പോൾ അതുപോലും നിങ്ങളോട് നിങ്ങളുടെ മാനേജർ പറയാൻ സമ്മതിക്കുന്നില്ല. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഒരു റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഈ നിങ്ങളുടെ ലീഡറായിട്ട് വന്ന് പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്ത് അയാൾ പറയുന്ന ഒരു കൈൻഡ് ഓഫ് സെന്റൻസ്, അയാൾ അപ്രൂവ് ചെയ്യുന്ന ഒരു ഫ്രേസ് മാത്രമാണ് നിങ്ങൾക്ക് മീറ്റിംഗിലോ ഒഫീഷ്യൽ ചാനലിലോ പറയാൻ സാധിക്കുന്നുള്ളൂ എന്നൊരു സിറ്റുവേഷൻ അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് നോക്കാം. ദെൻ വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു മീറ്റിംഗിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ചാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ടോക്കിനെ ഇന്ററപ്റ്റ് ചെയ്യുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, നിങ്ങളുടെ ഒരു കമ്പനിയിലോ ഒരു നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, ആ ഗ്രൂപ്പിൽ ഒരു പുതിയൊരു പ്രൊജക്ട് വരുമ്പോൾ അത് ചെയ്യാനായിട്ട് ഒരാള് വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരുമ്പോഴേക്കും അവരോട് പറയാണ്, ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല, ഐ വിൽ അലോട്ട്, ഞാൻ തരും, നിങ്ങൾ ചെയ്താൽ മതി, ഏത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാം. ഇതേപോലത്തെ സിനാരിയോസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ സിനാരിയോസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ പ്രൊജക്ട് നിങ്ങൾക്ക് ചെയ്യാൻ തന്നു, അതിനുശേഷം അവർ തിരിച്ചു വാങ്ങും, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് അലോട്ട് ചെയ്തൊരു പ്രൊജക്ട് വളരെ സബ്റ്റിലായിട്ട് പതുക്കെ 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 നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എൻറ്റയർലി അവരതിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിസ് ഇസ് വാട്ട് വി കോൾ മൈക്രോ മാനേജ്മെന്റ്. അതായത് നിങ്ങളുടെ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സാധനം ട്രസ്റ്റ് ചെയ്ത് തരുന്നില്ല, നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഔട്ട്പുട്ടിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവാതിരിക്കുക, ഇങ്ങനെയുള്ള ഹിന്റുകളാണ് മൈക്രോ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മൈക്രോ മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഡ്രാമാറ്റിക് ആയിട്ടൊന്നും തോന്നില്ല. ഇപ്പോൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ മൈക്രോ മാനേജ് ചെയ്യുമ്പോഴേക്കും സംടൈംസ് ഇറ്റ് ഫീൽസ് ലൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് അവർ, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാണെന്ന് തോന്നും. ബട്ട് അങ്ങനെ അല്ലാതിരിക്കാം. നിങ്ങളോട് ഷൗട്ട് ചെയ്യുന്നില്ല, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നില്ല, ബാഡ് ഇന്റൻഷൻ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നിങ്ങളുടെ വർക്കുകൾ ഇന്ററപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ മൈന്യൂട്ടായിട്ട് കറക്ഷൻസ് ചെയ്യുന്നു, നിങ്ങൾ എടുക്കേണ്ട ചെറിയ ചെറിയ ഡിസിഷൻസ് പോലും നിങ്ങളുടെ ബിഹാഫിൽ അവരെടുക്കുന്നു. അതായത് നിങ്ങളെ ഡിസിഷൻസ് എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇതൊക്കെയാണ് മൈക്രോ മാനേജ്മെന്റ്. ആൻഡ് ഈ മൈക്രോ മാനേജ്മെന്റ് ഉള്ള ഒരു ടീമാണെങ്കിൽ അത് അവിടെ പതുക്കെ പതുക്കെ ആ ടീമിലുള്ള എല്ലാ ആളുകൾക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം കോൺഫിഡൻസ്. ടീമിലുള്ള ആളുകളുടെ കോൺഫിഡൻസ് ലെവല് കുറഞ്ഞു വരും. ദെൻ സ്വന്തമായിട്ട് അവർക്ക് വർക്ക് എടുക്കാനുള്ള ഒരു ഓണർഷിപ്പ്, ആ ഒരു സ്കില്ല് കുറഞ്ഞു വരും. ദെൻ ഇന്നോവേഷൻ, പുതിയ ഐഡിയാസ് നിങ്ങളുടെ ടീമിലേക്ക് വരാതെ ഇരിക്കും. അപ്പോൾ എന്താണ് മൈക്രോ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അവരുടെ ബോസ് അല്ലെങ്കിൽ ഒരു ലീഡർ വിചാരിക്കുന്ന എന്ന് പറഞ്ഞാൽ, ദ മാനേജേഴ്സ് തിങ്സ് ദാറ്റ് ദേ ആർ പ്രൊട്ടക്ടിങ് ദെയർ ടീം. നമ്മുടെ ടീമാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ടീമിന്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നായിരിക്കും ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ബട്ട് അതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങളുടെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അതേ മെഷേഴ്സ് തന്നെ നിങ്ങളുടെ ടീമിനെ സ്ലോലി 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 അത് കില്ല് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്.
ആൻഡ് നമുക്ക് ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, മൈക്രോ മാനേജ്മെന്റ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, അല്ലെങ്കിൽ എന്താ പറയാ, അത് മോശമാണെന്ന് പറയുകയല്ല. മൈക്രോ മാനേജേഴ്സ് എല്ലായ്പ്പോഴും മോശപ്പെട്ട ആളുകളായിരിക്കണം എന്നില്ല. ദേ ആർ നോട്ട് ബാഡ് പീപ്പിൾ. ബട്ട് ചില കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നത് അവരുടെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്. അല്ല, എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള കുറെ വീക്ക് പോയിന്റ്സുകളോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു ആണ് ഈ ഒരു മൈക്രോ മാനേജിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നിങ്ങളുടെ മാനേജർ മൈക്രോ മാനേജർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് അയാളെ നയിക്കുന്ന കുറച്ച് കോർ സൈക്കോളജിക്കൽ റൂട്ട്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ. അതായത് ഇയാളുടെ ഒരു ഹാൻഡ് എല്ലായിടത്തും എത്തിയില്ല എന്നുണ്ടെങ്കിൽ, എല്ലാ ഡീറ്റെയിലും ആള് കൈവച്ചില്ല എങ്കിൽ ആളുടെ ഒരു അതോറിറ്റി പോകുമോ, ആളുടെ കൺട്രോൾ പോകുമോ ടീമിൽ നിന്ന്, അങ്ങനെയുള്ളൊരു പേടി കാരണം ചിലപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. രണ്ടാമത്, ലോ ട്രസ്റ്റ് ടോളറൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ കൈ വെച്ചില്ല, നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ ടീം ഇത് കുളമാക്കുന്നു, അല്ലെങ്കിൽ ഇത് ഇവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ട്രസ്റ്റ് ഫാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആകാം. അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇൻസെക്യൂരിറ്റി ആവാം. അതായത് നമ്മുടെ ടീമിൽ തന്നെ കുറച്ചുകൂടെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ വിസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യണം എന്നില്ല, ഇങ്ങനെ ഇൻസെക്യൂരിറ്റീസ് ഉള്ളവർ അറിയാതെ അവരുടെ വിസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ മൈക്രോ മാനേജ് ചെയ്തെന്ന് വരാം. ഇനി അതല്ല, അവർക്ക് എന്തെങ്കിലും ലൈഫിൽ പാസ്റ്റ് ട്രോമയോ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായപ്പോൾ അവർക്ക് എന്തെങ്കിലും ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം ഇങ്ങനെ ചെയ്യാം. അതായത് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നപ്പോഴേക്കും അത് കാരണം അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഷെയിം ഒക്കെ ഫീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രിക്വേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് എൻഡ് റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അതായത് എങ്ങനെയൊക്കെ വന്നാലും ഔട്ട്കം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് വർക്ക് ആയിരിക്കണം. അതിൽ നിന്ന് ഒരു ഇത്തിരി പോലും മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറാണ്, എൻ്റെ വർക്ക് ഡേഞ്ചറിലാണ്, എൻ്റെ പൊസിഷൻ ഡേഞ്ചറിലാണ്, ത്രെട്ടിലാണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് മൈക്രോ മാനേജ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. സോ അത് ഇന്റൻഷനലി ആയിരിക്കില്ല, സൈക്കോളജിക്കലി ആയിരിക്കും. പേടി കൊണ്ടോ ഇൻസെക്യൂരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിച്ചതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് കൊണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിസം കൊണ്ടൊക്കെ ആയിരിക്കും മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ പലരും അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു മൈക്രോ മാനേജ്മെന്റ് നിങ്ങളുടെ സ്കിൽ എൻഹാൻസ്മെന്റിന് തടയുന്നത് എന്നാണ് നോക്കേണ്ടത്. മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന കാര്യം മാത്രമല്ല, ആ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെയോ അയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെയും ഒരു ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ മൈക്രോ മാനേജ്മെന്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് തനിയെ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ തനിയെ ഡിസിഷൻ എടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒന്നും ഡെവലപ്പ് ആവില്ല. ഈ ടീമിൽ ആരും ഡിസിഷൻസ് എടുക്കാതിരുന്നാൽ അവിടെ ആ ഒരു സ്കിൽസ് അവിടെ വളരാനുള്ള ഒരു സ്പേസ് അവർക്കില്ല. നോ സ്പേസ് ടു ട്രൈ, നോ സ്പേസ് ടു ലേൺ എന്നൊരു അവസ്ഥയിലേക്ക് മാറും. പിന്നെ എല്ലാ വലിയ വലിയ ആളുകൾ പറയുന്ന ഒരു കോട്ടാണ്, നമ്മൾ തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത്, ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് പറയും. പക്ഷെ ഇവിടെ മൈക്രോ മാനേജ് ചെയ്യുന്ന ഈ ഒരു ലീഡർ അവരുടെ ടീമിൽ യാതൊരു മിസ്റ്റേക്ക് വരാനും സമ്മതിക്കില്ല. എല്ലാം ഇങ്ങനെ നോക്കി 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 വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ മിസ്റ്റേക്കുകൾ വരുത്തിയാലേ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുള്ളൂ. ഈ ടീം മിസ്റ്റേക്സുകളൊന്നും വരുത്താത്തത് കൊണ്ട് തന്നെ, മിസ്റ്റേക്സ് വരുന്നതിന് മുന്നേ ആളത് കയറി തടയാണ്. അപ്പോൾ മിസ്റ്റേക്കിലൂടെ പഠിക്കാൻ ഉള്ള ഒരു ചാൻസ് അവിടെ കുറയും. ദെൻ ഇനിഷ്യേറ്റീവ് കുറയും. കാരണം ടീം മെമ്പേഴ്സ് അവരുടേതായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നാലും അവർ പ്രസന്റ് ചെയ്താലും ബോസ് അയാളുടെ രീതിയിലേക്ക് അത് മാറ്റും അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദെൻ ടീം മെമ്പേഴ്സ് പിന്നെ സംസാരിക്കാതെയാവും. അതായത് ഇപ്പോൾ ഒരു മീറ്റിങ്ങിലോ ഒരു ഒഫീഷ്യൽ ചാനലിലോ ഒരാളൊരു ഡിസ്കഷൻ നടക്കുമ്പോഴേക്കും സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ പറയാൻ പോകുമ്പോഴൊക്കെ നിങ്ങളുടെ മാനേജർ ഇന്റർഫെയർ ചെയ്യുന്നു അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അടുത്ത തവണ ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യില്ല.
ലെറ്റ് മാനേജർ ഡു ദ ജോബ്, അല്ലെങ്കിൽ ആള് പറഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതി നമ്മൾ വെറുതെ ഇരിക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. ദെൻ ഡിപ്പെൻഡൻസ് കൾച്ചർ, അതായത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും എനിക്ക് എന്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടാതെ ചെയ്യാൻ പറ്റില്ല എന്നാവും. അപ്പൊ ടീമിന്റെ ഒരു ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോയി. അതായത് ഓ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ, മാനേജർ പറഞ്ഞു തരണ്ടേ എന്താ ചെയ്യണ്ടേന്ന്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നിങ്ങൾ പോയേക്കാം. ദെൻ കോൺഫിഡൻസ്, നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്ത് റെസ്പോണ്ട് ചെയ്ത് ഒക്കെ നിന്നാൽ മാത്രമാണ് ഒരു വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്ലോസ് ചെയ്ത് കളയുകയാണെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ അത് ഒന്നുകൂടെ കുറയാനും, കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് വളരാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും അവിടെ ഇല്ലാതായിപ്പോകും. അപ്പോ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു വർക്കേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊഫഷണൽസിനെ അല്ല. പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഈ ഒരു മാനേജറിന്റെ ആബ്സെൻസിൽ ആ ഒരു ടീം ഒരിക്കലും സർവൈവ് ചെയ്യത്തില്ല. ഇനി എന്തൊക്കെയാണ് ടീം കൾച്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ? അതായത് ഇപ്പോ ഈ ഒരു പെർട്ടിക്കുലർ ലീഡർഷിപ്പ് സ്റ്റൈലാണ് നിങ്ങളുടെ കമ്പനിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദെൻ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം എന്തായി മാറും? ഫിയർ ബേസ്ഡ് ആയിട്ട് മാറും. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ ഒരു ഡൗട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു ഐഡിയ പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പേടിയായിരിക്കും. അയ്യോ എന്തായിരിക്കും റിപ്ലൈ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യുമോ, വഴക്ക് പറയുമോ. അങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പോയിട്ട് അവിടെ ഒരു ഫിയർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആയിട്ട് വരും. ദെൻ സൈലന്റ് മീറ്റിംഗ്സ്, നിങ്ങൾ നിങ്ങളുടെ ടീം പലപ്പോഴായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അത് മൈക്രോ മാനേജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നുള്ള മീറ്റിങ്ങുകളിൽ എന്ത് ചെയ്യും, ആ ടീം സംസാരിക്കണം എന്നില്ല. ചിലപ്പോൾ കുത്തി കുത്തി ചോദിച്ചാലും അവര് സംസാരിക്കണം എന്നില്ല. അപ്പൊ മീറ്റിങ്ങുകൾ പതുക്കെ പതുക്കെ സൈലന്റ് ആയി പോകും. ദെൻ ലോ മൊറൽ, അതായത് ആളുകൾക്ക് വളരെ എക്സ്ഹോസ്റ്റഡ് ആയി, ഡ്രെയിൻഡ് ആയി, അവർക്ക് യാതൊരു വിസിബിലിറ്റി ഇല്ല, അവർ ചെയ്യുന്ന വർക്കുകളൊന്നും കാണുന്നില്ല, എല്ലാം ഈ മാനേജർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ വെറുതെ വരിക, എന്തെങ്കിലും ചെയ്യുക, ഒരു സാലറി മേടിക്കുക എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോകും. ദെൻ കൊളാബറേഷൻ, ലാക്ക് ഓഫ് കൊളാബറേഷൻ ഉണ്ടാവും. അതായത് എല്ലാവരും മാനേജർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ടീമിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ എന്താ പറയാ, ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു കൊളാബറേഷൻ സാധനങ്ങൾ വരാം. അല്ലാതെ ഒരു ആൾക്ക് വേണ്ടി നമ്മൾ മാത്രം വർക്കുകൾ ചെയ്യുമ്പോഴേക്കും ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താ പറയാ, നമുക്ക് ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ കുറച്ച് ആളുകൾ എന്നുള്ളൊരു രീതിയിലേക്ക് ഇത് മാറും. ദെൻ ഹൈ ടേൺ ഓവർ, അതായത് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇങ്ങനെ മൈക്രോ മാനേജ് ചെയ്യുന്നതെങ്കിൽ ദേ ഓഫ് കോഴ്സ് ദേ വിൽ ഫീൽ സഫോക്കേറ്റഡ്, ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർ സ്റ്റക്കായി പോകും. ഇനി എങ്ങനെ വളരണം, എങ്ങനെ പഠിക്കണം എന്നറിയാതെ അവർ സ്റ്റക്കാവും. അപ്പോൾ ഒത്തിരി ആളുകൾ ടീമിൽ നിന്ന് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം എന്താ പറയാ, ചിന്തിക്കാതെ വെറുതെ പറയുന്നത് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ടീം കൾച്ചർ ആയിരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ ഒരു പാറ്റേൺ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്യാനോ ഷൗട്ട് ചെയ്യാനോ ഒന്നും പോവാതെ വൈ ദേ ആർ ഡൂയിങ് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മനസ്സിലാക്കി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഒട്ടും ഫിറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത ഓപ്ഷൻ ട്രൈ ചെയ്യുക. ഇനി ഒരു ഹെൽത്തി ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒത്തിരി ലീഡർഷിപ്പ് സ്റ്റൈൽ ഉള്ളതിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞത്. ഹെൽത്തി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീ ഓർ ഹി വിൽ ബി കോൺഫിഡൻറ്റ് ഇൻ ഹിസ് ഓർ ഹെർ ടീം. ആ ടീമിന് പുറത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കും, അയാളുടെ വർക്കിൽ ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. സോ ആള് ഒരിക്കലും ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഹി ഡസൻ കൺട്രോൾ ഓൾസോ. കൺട്രോൾ ചെയ്യുന്നതിന് പകരം അയാൾ എന്തായിരിക്കും ചെയ്യുക, ടീമിനൊരു ക്ലാരിറ്റി ബിൽഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അതായത് ഇന്നതാണ് എൻ്റെ വർക്ക്, ഇങ്ങനെയാണ് ഇതിന്റെ ഔട്ട്കം വരേണ്ടത്, റെസ്റ്റ് ഈസ് അപ് ടു യു എന്ന് ക്ലിയർലി ആയിട്ട് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ് അതിലുള്ള നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണെന്നെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ദെൻ ഡെലിഗേറ്റ് ചെയ്യും. അതായത് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഡർ അയാളുടെ വർക്കുകൾ പേടി കൂടാതെ ഡെലിഗേറ്റ് ചെയ്യും. ആൻഡ്
ഡെലിഗേറ്റ് ചെയ്യുക മാത്രമല്ല, ഡെലിഗേറ്റ് ചെയ്തിട്ട് അത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൂടെ കൊടുക്കും. വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാൻ നേരം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ഡെലിഗേഷൻ അല്ല. ദെൻ ക്ലിയർ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്, അതായത് വർക്ക് കൊടുക്കുമ്പോഴേ പറയും ഇങ്ങനെയാണ് എന്റെ ഔട്ട്കം വരേണ്ടത്, അല്ലാതെ വർക്കിനിടയിൽ ഇടക്കിടക്ക് ചെന്ന് പറയുകയല്ല, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയല്ല. എക്സ്പെക്ടേഷൻ ഓൾറെഡി പറഞ്ഞു കൊടുക്കുക. ദെൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പൊ ടീം മെമ്പേഴ്സിന് ലീഡറിനോട് പറയാൻ പറ്റും, അതായത് നിങ്ങൾ പറയുന്ന ഒപ്പീനിയനോട് ഞാൻ ഡിസഗ്രി ചെയ്യുന്നു എന്ന് ധൈര്യത്തോടു കൂടി പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. ദെൻ ഷെയർഡ് വിസിബിലിറ്റി, അതായത് വർക്ക് സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ആരാണോ എഫേർട്ട് എടുത്തത് ആ എഫേർട്ട് പ്രൈവറ്റ് ആയിട്ടല്ല, പബ്ലിക് ആയിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ചെയ്ത ടീം മെമ്പറിന് മാക്സിമം വിസിബിലിറ്റി കൊടുക്കുക. ദെൻ ഗൈഡ് ചെയ്യുക, ഇന്റർഫിയർ അല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സമല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടൊരു പുഷ് തരുന്ന ഒരാളായിരിക്കും ഒരു ഹെൽത്തി ലീഡർ എന്ന് പറയുന്നത്. ദെൻ എംപവറിങ് അതേഴ്സ് ടു ഗ്രോ, അതായത് മറ്റുള്ളവർക്ക് തനിയെ ഡിസിഷൻസ് എടുത്ത് വളരാനല്ല ഒരു എൻവിറോൺമെന്റ് കൊടുക്കുന്ന ആളുകളായിരിക്കും ഒരു ഹെൽത്തി ലീഡേഴ്സ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലീഡർഷിപ്പ് പാറ്റേൺ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഷോർട്ട് സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇതുപോലെയുള്ള വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ടോപ്പിക്സുകൾ ഇതേപോലെ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ കൊടുക്കാം, ഓർ എൽസ് യു ക്യാൻ കോൺടാക്ട് മീ ഓൺ ഇൻസ്റ്റഗ്രാം ഓർ ലിങ്ക്ഡിൻ. ആൻഡ് ഇങ്ങനെയുള്ള കൂടുതൽ വർക്ക് പ്ലേസ് സ്കിൽസും ലൈഫ് സ്കിൽസിനെ കുറിച്ചുള്ള സെഷൻസ് ഇനി വരുന്ന ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ സെഷൻ. Good night.